إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون أولئك أصحاب الجنة خالدين فيها جزاء بما كانوا يعملون. ബഹുമാന്യരായ ഹാജിമാരെ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മദീന നമ്മൾ സന്ദർശിക്കുകയും ഇന്ന് ഉച്ച തിരിഞ്ഞ് നമ്മൾ മക്കയിലേക്ക് പുറപ്പെടുകയും ചെയ്യുകയാണ്. നമ്മുടെ സന്ദർശനത്തിലും നമ്മുടെ പരിശ്രമങ്ങളിലുമൊക്കെ എല്ലാ ത്യാഗവും അല്ലാഹു അമലു സ്വാലിഹാത്തായിട്ട് സ്വീകരിക്കുമാറാകട്ടെ. വിശ്വാസികൾ ഒരുമിച്ച് കൂടുമ്പോൾ വിശ്വാസികൾക്ക് പരസ്പരം ഉപദേശിക്കാനും പരസ്പരം പങ്കുവെക്കാനും സമാധാനിക്കാനുമുള്ള ഏക വിഷയം തൗഹീദാണ്. ആശയപരമായിട്ട് അള്ളാഹുവിനെയും അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംഘം എന്നുള്ള നിലക്ക് വലിയ പ്രസക്തി ആ വിഷയത്തിലുണ്ട്. പ്രത്യേകിച്ച് ഉംറയും ഹജ്ജും ഒക്കെ നിർവഹിക്കാൻ വരുന്ന ആളുകൾ ആ ബോധനത്തിന് തുടക്കം കുറിച്ച മക്കയിലും മദീനയിലും അതിന്റെ പ്രചാരണം നടന്ന വ്യത്യസ്ത പ്രദേശങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഓരോ സമയത്തും വീണ്ടും വീണ്ടും ഞാൻ ജനിച്ചത് അല്ലെങ്കിൽ ഞാൻ വളർന്നത്, എൻ്റെ മഹല്ല്, എൻ്റെ കുടുംബം എല്ലാം ആദർശരംഗത്ത് വളരെ പഴമയുള്ളതാണ് എന്ന് പറയുന്നതിന് പകരം ഇപ്പോൾ ഞാനുള്ള അവസ്ഥ, ഇനി ഞാൻ വരാൻ പോകുന്ന മാസങ്ങളിലോ വർഷങ്ങളിലോ എനിക്ക് വരാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ, ഇതിലൊക്കെ ഉറച്ചു നിൽക്കാൻ വേണ്ടി എപ്പോഴും തൗഹീദ് നമ്മുടെ മനസ്സിലെപ്പോഴും ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട്. ഹിറാ ഗുഹയിൽ കൂടെ നിന്ന ഗുഹയിൽ കൂടെ നിന്ന അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനോട്, ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് എല്ലാ നിലക്കും താങ്ങും തണലുമായി, ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ എന്തു റസൂലുള്ള പറഞ്ഞാലും അത് വിശ്വസിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അബൂബക്കർ, നീ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം, അല്ലാഹുമ്മ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ ഫഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. അത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനോട് മാത്രമുള്ള ഉപദേശമല്ല, അദ്ദേഹത്തോട് പോലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതാണ്. അല്ലാഹുവേ, ഹിദായത്ത് കിട്ടിയതിന് ശേഷം നീ ഞങ്ങളെ വഴി പിരിച്ചു നടത്തല്ല, വഴി തെറ്റിക്കല്ല, നിന്റെ ഔദാര്യം കൊണ്ട് മാത്രമേ അതിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ചരിത്രം നമുക്ക് ഓരോ ഘട്ടങ്ങളിലും ബോധ്യപ്പെടുത്തി തന്ന ഒരു സംഗതിയാണ്. ആ പ്രാർത്ഥനയുടെ ഗൗരവം, ആ പ്രാർത്ഥനയുടെ ആവശ്യം ഓരോ വർഷങ്ങളിലും നമുക്ക് കൂടുതൽ കൂടുതൽ നമ്മളെ ബോധ്യപ്പെടുത്തുക. പലപ്പോഴും നമ്മളെക്കാളേറെ സജീവമായി നടന്നിരുന്ന പലരും വഴിയിൽ വെച്ച് വഴി പിരിഞ്ഞു പോയതൊക്കെ നമ്മൾ കാണുന്നതാണ്. പറഞ്ഞു വരുന്നത് അനുസരിക്കാൻ മുന്നിലുണ്ട് സ്ഥലം, അനുസരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നു മുന്നിൽ നമ്മളെ തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുകയാണ്. എന്തിന്റെ പേരിലാണ് അല്ലാഹു നമ്മളെ തെരഞ്ഞെടുത്തത്? നമ്മളെക്കാളേറെ സമ്പന്നതയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, കുലമഹിമയുള്ള ആളുകളുണ്ട്, അതുപോലെ തറവാടിത്തമുള്ളവരുണ്ട്, സൗന്ദര്യമുള്ളവരുണ്ട്. ഇവരെയൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മളെ അല്ലാഹു തെരഞ്ഞെടുക്കണം. ഹുവ ജിത്തബാക്കും, അവനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീക്കും ഇബ്രാഹിം. ദീനിൽ നിങ്ങൾക്ക് ഒരു പ്രയാസവും ഉണ്ടാക്കിയിട്ടില്ല. ഇത് ഇബ്രാഹിമി മില്ലത്താണ്. ആ ഇബ്രാഹിം നബിയാണ് നിങ്ങൾക്ക് മുസ്ലിം എന്ന് പേര് വെച്ചത്. അനുസരണയുള്ളവൻ, അതാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ. എന്തിനെ അനുസരിക്കുന്നത്? ആരിനെ അനുസരിക്കുക? സിട്ടാവായ റബ്ബിനെ പൂർണ്ണമായിട്ടും അനുസരിക്കുന്ന ഒരു വ്യക്തികൾ എന്നുള്ള നിലക്കാണ് മുസ്ലിം എന്ന് പറയുന്നത്. മില്ലത്ത് അബീക്കു ഇബ്രാഹിം എന്ന് പറഞ്ഞത് എന്തിനാ? ഇതൊരു ത്യാഗത്തിന്റെ മില്ലത്താണ്. ഇത് ഇബ്രാഹിമി മില്ലത്താണ്.
ഇബ്രാഹിം നബിയുടെ ചരിത്രം ഉടനീളം പരീക്ഷണങ്ങളുടെ തീജ്വാലകളാണ്. 99 സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബിയുടെ നാമം പരാമർശിക്കുന്നുണ്ട്. അതിൽ സൂറത്ത് അൻകബൂത്തിലെ ഒരൊറ്റ ഭാഗത്ത് ഇബ്രാഹിം നബിയുടെ പേര് പറയുമ്പോൾ മാത്രമേ അവിടെ നിങ്ങൾക്ക് മാതൃകയില്ല എന്ന് ഖുർആൻ പറയുന്നുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് ഇബ്രാഹിം ഈ ചരിത്രം ഉടനീളം മാതൃകയാണ്. എവിടെയാണ് മാതൃക ഇല്ല എന്ന് പറഞ്ഞത് അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഇബ്രാഹിം നബി പിതാവായ ആസറിനോട് തർക്കിച്ചു പോരുന്നുണ്ട്. ആസർ പറയാണ്, ആസർ വിഗ്രഹം ഉണ്ടാക്കുന്ന ആളാണ്. അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കാൻ വേണ്ടി വിഗ്രഹം ഉണ്ടാക്കി സമൂഹത്തെ അതിലേക്ക് ക്ഷണിക്കുന്ന ആളാണ്. അവിടുന്ന് തൗഹീദ് പിതാവിനോട് പറഞ്ഞ് ഇവിടെ നിന്നാൽ ഇനി ജീവിക്കാൻ സാധ്യമല്ല എന്ന ഘട്ടം വന്നപ്പോൾ ഇറങ്ങി പുറപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, വഴിയെ നിങ്ങൾക്ക് ഞാൻ പറയുന്നതാണ് സത്യമെന്ന് ബോധ്യം വരും. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ സ്ഥലത്താണ് അള്ളാഹു പറയുന്നത്, ആ പറഞ്ഞിടത്ത് നിങ്ങൾക്ക് മാതൃകയില്ല. അള്ളാഹുവിന്റെ തൗഹീദ് ഉൾക്കൊള്ളാത്ത ഒരാളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞുകൊടുത്ത് ഇബ്രാഹിം ഈ മാതൃകയില്ല എന്ന ബാക്കിയുള്ള എല്ലാ പ്രദേശത്തും ആദർശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, പരീക്ഷണങ്ങളുടെ വിഷയത്തിൽ, സമർപ്പണത്തിന്റെ വിഷയത്തിൽ എല്ലാം ഇബ്രാഹിമി മാതൃകയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. മക്കയിലും മദീനയിലും വന്ന് ഹജ്ജും ഉംറയും നിർവഹിച്ചു പോകുമ്പം നമ്മളൊക്കെ ഒന്നുകിൽ ഇബ്രാഹിമാണ്, അല്ലെങ്കിൽ ഹാജറയാണ്, അല്ലെങ്കിൽ ഇസ്മായിലാണ്. 3 സമർപ്പണമാണ് നമ്മൾ നെഞ്ചിലേറ്റേണ്ടത്. ഇബ്രാഹിമി സമർപ്പണം എന്ന് പറഞ്ഞാൽ ആ പിതാവിനെയും നാടിനെയും ഉപേക്ഷിച്ച് പോന്ന അവിടം മുതൽ മരണം വരിക്കുന്നത് വരെയുള്ള ഒരുപാട് ത്യാഗങ്ങൾ. മക്കളില്ലാതെ 90 വർഷം പ്രാർത്ഥനകളായി കഴിഞ്ഞു പോകണം. 2 വർഷം മക്കളില്ലാതെ കഴിഞ്ഞാൽ ആ ഫാമിലിക്ക് നമ്മളാരും സ്വസ്ഥത കൊടുക്കൂല. അവർക്ക് തീരെ സ്വസ്ഥത ഇല്ല എന്നുള്ളത് വേറെ കാര്യം. അവരെ കുത്തി നോയിപ്പിക്കുന്ന രീതിയിൽ എത്ര വർഷമൊക്കെ ഇല്ലാതായിട്ട് എന്ന് ചോദിച്ച് അവരെ വേദനിപ്പിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും. എന്നാൽ ഒരു പ്രശ്നമില്ല, ഇബ്രാഹിം നബിക്ക് 90-ാം വയസ്സിലാണ് ഉണ്ടായത്, അതുപോലെ സക്കരിയ നബിക്ക് 60-ാം വയസ്സിലാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ആരും തയ്യാറില്ല. തീരെ മക്കളില്ലാത്ത ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു പോയിട്ടുണ്ട്, അതൊന്നും പറയില്ല. കുട്ടികളൊന്നും ആയിട്ടില്ലല്ലേ, അതോടുകൂടി അത് മാനസികമായിട്ട് അവർ തകരുകയാണ്. ഇതൊക്കെ മില്ലത്ത് ഇബ്രാഹിമിൽ നിങ്ങൾക്ക് മാതൃകയുണ്ടെന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 1000കണക്കിന് കിലോമീറ്ററുകൾ കാൽനടയായി ഇറാഖിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ട് മക്കയിൽ നടത്തിയ പ്രബോധനം, ഫലസ്തീനിൽ പോയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രബോധനമാണ് അള്ളാഹു അവിടെ ബൈത്തുൽ മുഖദ്ദസിന്റെ ബറക്നാഹു എന്ന് പറഞ്ഞത്. അവിടെ ബറക്കത്തുള്ള സ്ഥലമാണ്. അവിടെ ഒരുപാട് പ്രവാചകന്മാരുടെ ദഅവത്തിന് സാക്ഷ്യം വഹിച്ച പ്രദേശമാണ്. ആ ഇബ്രാഹിം നബി വന്നിട്ട് മക്കളെ ഉപേക്ഷിച്ചു പോവുകയാണ്. മക്കയിൽ എവിടെ ഉപേക്ഷിക്കുന്നത്? മരുഭൂമിയിലാണ് ഉപേക്ഷിക്കുന്നത്. ഒരു മരം പോലും അവിടെ ഇല്ല. ആ മരമില്ലാത്ത ഒരു വിശാലമായ മരുഭൂമി, ഒരു കച്ചവട സംഘമില്ല, ഒരു വീടില്ല, ഒരു കിണറില്ല, വെള്ളമില്ലാത്ത പ്രദേശത്ത് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ് ഭാര്യയും മകനെ ഉപേക്ഷിക്കണം. 90 വയസ്സായപ്പോ പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു മകൻ, ആ മകന് 10 13 7 മുതൽ 13 വരെ പല അഭിപ്രായങ്ങളുമുണ്ട്. അതുവരെ ആയപ്പോ ജനിച്ച ഉടനെ മുലക്കുടിക്കുന്ന സമയത്ത് വന്നിട്ട് ഉപേക്ഷിച്ചു പോകാനുള്ള നിർദ്ദേശം. ഉപേക്ഷിച്ച് തിരിച്ചു നടക്കുമ്പം ആ ഇബ്രാഹിമിന്റെ നെഞ്ചകം പിളർന്നിട്ടുണ്ടാവും അലൈഹി സ്വലാത്തു വസ്സലാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊരു ഓട്ടോ വിളിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് ഭാര്യയെ റോഡ് സൈഡിൽ നിർത്തിയിട്ട് തിരിച്ചു വന്നു. നിർബന്ധമായിട്ട് ആരെങ്കിലും ഒന്ന് നമ്മൾ 5 മിനിറ്റ് സംസാരിക്കേണ്ടി വന്നു. തിരിച്ച് നമ്മൾ ഓട്ടോ വിളിച്ച് ചെല്ലുമ്പോൾ ആ ഭാര്യയുടെ മുഖത്തുണ്ടാകുന്ന ദേഷ്യല്ലേ, ഞാനത് പറയാതെ നിങ്ങൾ തന്നെ പറയട്ടെ എന്ന് വെച്ചിട്ട്, അല്ലാതെ എനിക്കവിടെ വിട്ടുപോയതല്ല. ഉണ്ടാകുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, നമ്മളോട് സ്നേഹമില്ലാത്തതല്ല, പക്ഷെ ഒരു 5 മിനിറ്റ് പോലും സാധ്യമല്ല. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഉപേക്ഷിച്ച് പോകണം എന്ന് തിരിച്ചു വരാനുള്ള പറയും. അള്ളാഹു ആലം തിരിച്ചു പോകുന്ന സമയത്ത് ഉപേക്ഷിച്ച ഭാര്യ എന്ത് പറഞ്ഞു? വിളിച്ചു, ഇബ്രാഹിം എവിടെ പോണത്? ഒരു അക്ഷരം കൂടിയില്ല, നടക്കുകയാണ്. വീണ്ടും നീട്ടി വിളിച്ചു, മറുപടിയില്ല. 3ാമത് വിളിച്ചിട്ട് ചോദിച്ചു, അള്ളയാണോ ഞങ്ങളിവിടെ ഉപേക്ഷിച്ച് പോകാൻ പറഞ്ഞത്? ഇബ്രാഹിം നബി തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഞാൻ
വേറെ വർത്താനല്ല. അതെ. അപ്പോ ഹജറ ബീവിന്റെ ഒരു വർത്താനുണ്ട്, ഇതല്ല എന്നാൽ ഞങ്ങൾ പാഴായി പോകൂല. കാരണം എന്താ, ഞങ്ങൾ ഒറ്റ പോണത്, അപ്പൊ ഞങ്ങൾക്ക് അവന്റെ കാവലുണ്ടാകും. അങ്ങനെയാണ് ഹജറ ബീവിയെ മക്കയുടെ പരിസരത്ത് ഉപേക്ഷിച്ചു പോവുകയും അവിടെ കിട്ടാവുന്ന എന്തെങ്കിലുമൊക്കെ പറിച്ചു തിന്ന് 17 ദിവസം മുലപ്പാല് പറ്റി അവസാന ഘട്ടത്തിലാണ് സഫയിലും മറവയിലും ഓടിയിട്ട് സംസം ചോദിച്ചു വാങ്ങുന്നത്. ഞാൻ ആ കഥ നിങ്ങളോട് കുറച്ച് ചെറിയ രീതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കി. സംസം ചോദിച്ചു വാങ്ങി. ആ സംസമാണ് ഇന്ന് നമ്മൾ സുലഭമായി കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വല്ലാത്ത താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ആ വിഷയത്തിക്കല്ല പോകണം, ഞാൻ വരുന്ന പറഞ്ഞു. തന്റെ പിതാവിനെ ഒന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കാൻ ആർക്കാ താല്പര്യം ഉണ്ടാക്കുക? സ്വന്തം പിതാവിനെ സ്വർഗത്തിലെത്തിക്കാൻ. പക്ഷെ സാധിച്ചില്ല. മോശക്കാരനായിട്ടാണോ? അല്ല. ഖുർആൻ പരിചയപ്പെടുത്തിയത് ഖലീലുള്ള, അള്ളാഹുവിന്റെ ഖലീലാണ്. 7ാം ആകാശത്ത്, അള്ളാഹുവിന്റെ ഏറ്റവും അടുത്തുള്ള ആകാശത്ത് അള്ളാഹ് റസൂലുള്ളാഹി മിഅ്റാജിന് പോയപ്പോൾ കണ്ടുമുട്ടിയത് ഇബ്രാഹിം നബിയാണ്. അത്രയും ബന്ധമാണ് ഇബ്രാഹിം നബിയായിട്ട്. ഒരു പ്രസ്ഥാനമാണ്, ഒരു സമൂഹത്തിന്റെ വലിയൊരു പ്രസ്ഥാനമായിട്ട് ഇബ്രാഹിം നബിയെ അള്ളാഹ് പരിചയപ്പെടുത്തണം. എല്ലാറ്റിനും വിജയിച്ച ആളാണ്. എല്ലാ പരീക്ഷണങ്ങളിലും 100% വിജയിച്ച ഒരു പ്രവാചകൻ. അദ്ദേഹത്തിന്റെ പിതാവിന് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കി കൊടുത്തിട്ട് ആ പിതാവിനെ കൊണ്ടുവരാൻ, ഈ ഇബ്രാഹിം നബി ഉൾക്കൊള്ളുന്ന ആദർശത്തിലേക്ക് കൊണ്ടുവരാൻ ഇബ്രാഹിം നബിക്ക് സാധിച്ചില്ല. അതെന്തിന്റെ പേരിലല്ല, അല്ലാഹുമായിട്ട് അടുപ്പമില്ലാത്തതിന്റെ പേരിലല്ല. ഏറ്റവും അടുത്ത ഒരു പ്രവാചകനാണ്, എല്ലാം ചോദിച്ചതൊക്കെ കൊടുത്ത പ്രവാചകനാണ്, എല്ലാ പരീക്ഷണങ്ങളെയും നെഞ്ചോട് ചേർത്ത പ്രവാചകനാണ്. പക്ഷെ സാധിച്ചില്ല. പിന്നീട് ചരിത്രം ഒന്നുകൂടി പുറകോട്ട് പോന്നാൽ സൂറത്തു തഹരീമിന്റെ അവസാന ഭാഗത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലാത്തൊരു പദമാണ്. നമ്മളൊക്കെ പലവട്ടം ആവർത്തിച്ച് പാരായണം ചെയ്ത ആയത്താണ്. സത്യനിഷേധികളായി നരകത്തിൽ കടക്കുന്ന ആളുകൾക്ക് ഞാൻ നിങ്ങൾക്കൊരു ഉപമ പറഞ്ഞു തരാം. അല്ലാഹു പറയാം. ആരാണത്? ഇംറഅത്ത നൂഹിം വംറഅത്ത ലൂത്ത്. നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാരാണ് അവർ. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കി. നരകത്തിൽ കിടക്കുന്ന ആളുകൾ അള്ളാഹ്ക്ക് പരിചയപ്പെടുത്താൻ 2 പ്രവാചകന്മാരുടെ ഭാര്യമാരെ പറയണോ? ഫിർഔനെ പറഞ്ഞൂടെ അള്ളാഹ്ക്ക്? നരകത്തിൽ കിടക്കുന്ന ആളുകളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. 1 ഫിർഔനാണ്, 2 ഹാമാനാണ്, 3 താറൂനാണ്. പറഞ്ഞൂടായിരുന്നു? അല്ല. പറഞ്ഞതാരെ? 950 കൊല്ലക്കാലം. ഇല്ല 50 ആമ, 1000 പറഞ്ഞിട്ട് അള്ളാഹ് 50 ഇങ്ങോട്ട് കുറച്ച്. എന്നിട്ട് പറഞ്ഞു 950 കൊല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ. സമാനമായ കാലഘട്ടം 700 വർഷം തൗഹീദ് പ്രബോധനം ചെയ്ത ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ. എന്തിനാ അള്ളാഹു നരകത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോ അതിൽ കടക്കുന്ന ആളുകളെ കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്താൻ ഈ 2 ഭാര്യമാരെ തെരഞ്ഞെടുത്ത് നല്ലോണം മനസ്സിലാക്കണം. ഇവിടെ ഏതെങ്കിലും ഒരു ഷെയ്ഖിന്റെ, ഏതെങ്കിലും ഒരു ത്വരീഖത്തിന്റെ, ഏതെങ്കിലും ഒരു ബീവിന്റെ ആളായാൽ മതി, ഒരു നേരെ സ്വർഗത്തേക്കാണ് കൊണ്ടുപോകുന്നത് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തോടാണ് ഖുർആൻ പറയുന്നത്. നടക്കൂലട്ട മക്കളെ. ഇത്രയും കാലം ഞാൻ പറഞ്ഞ പണിയെടുത്ത് ഞാൻ ഉലുൽ അസ്മുകളായി പ്രഖ്യാപിച്ച് സ്വർഗം കൊടുക്കാന്ന് പ്രത്യേകം വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ പ്രവാചകന്മാരുടെ ഭാര്യമാരെ പോലും അവർക്ക് ആ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്ന് ഉമ്മത്ത് മുഹമ്മദിനെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നിട്ടല്ലേ ശൈഖന്മാർക്ക് കൃത്യമായിട്ട് അല്ലാഹു പറഞ്ഞു, അവർ 2 പേരും എന്റെ ഇഷ്ടദാസന്മാരായ 2 ആളുടെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. 2 പ്രവാചകന്മാരുടെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. അവര് ആ പ്രവാചകന്മാരുടെ പ്രബോധനത്തെ വഞ്ചന കാണിച്ചു, അവർ സ്വീകരിച്ചില്ല. എന്നാൽ ഭർത്താക്കന്മാര് പ്രവാചകന്മാരാണ് എന്ന ഒരു ഉപകാരം നിങ്ങൾക്ക് കിട്ടിയോ? ഇല്ല. നരകത്തിൽ കടക്കുന്നവരോടുകൂടെ അവരോട് ഞാൻ നരകത്തിൽ കടക്കാൻ പറഞ്ഞു. അള്ളാഹ് പറഞ്ഞാൽ പിന്നെ ഇതിന് മാറ്റണ്ടോ? എന്താ ഇതിന്റെ ഗൗരവം? ഒന്ന് ആലോചിച്ച് നോക്കിയോ. സ്വന്തം ഭാര്യനെ നരകത്തിൽ കടക്കാൻ വേണ്ടി വിടുകയാണ്. അത് കണ്ടു നിൽക്കേണ്ട ഗതികൾ ആർക്ക്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്, നൂഹ് നബി അലൈഹി വസ്സലാമിന്, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്. ആ സമാനമായ കാലഘട്ടങ്ങളിൽ ഉള്ള ഒരു ചരിത്രം കൂടി ഖുർആൻ പറയുന്നുണ്ട്.
നൂഹ് നബിയുടെ കപ്പലുണ്ടാക്കിയിട്ട് ഇന്ന് ഇതിൽ കയറുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ പറഞ്ഞു. പക്ഷെ മകൻ സ്വീകരിച്ചില്ല. മകൻ പറഞ്ഞു ഞാൻ മലമുടെ മുകളിൽ പോയി രക്ഷപ്പെടും. സാധ്യമല്ല മകനെന്ന് പറഞ്ഞു. പക്ഷെ അവസാനം മലമുകളിൽ കയറി, അവിടെയും വെള്ളം കയറി. നൂഹ് നബിയുടെ മകൻ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിത്താവുന്ന ഇങ്ങനെ കാണുകയാണ് നൂഹ് നബി. അദ്ദേഹത്തിന് സഹിച്ചില്ല. അദ്ദേഹത്തോട് അള്ളാഹിനോട് വിളിച്ചു പ്രാർത്ഥിച്ചു. അദ്ദേഹം പഠിച്ചവനെ എന്റെ മകനാണ് ആ മുങ്ങിത്താവുന്നത്. അള്ളാന്റെ മറുപടി ലൈസ മിന്നഹ്ലിക്, ആദർശമുള്ളവരാണ്. അങ്ങനെ നൂഹ് നബിയുടെ മുമ്പിൽ വെച്ചിട്ട് മകൻ മുങ്ങിത്താന്ന് മരിച്ചു പോകുന്ന രംഗം കാണുകയാണ് ഒരു പ്രവാചകൻ. എത്ര ഗൗരവമുള്ളതാണ്. ഇവർക്കൊന്നും വാങ്ങിക്കൊടുക്കാൻ കഴിയാത്ത ഒരു അത്ഭുതകരമായ ഒരു നിധിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിലുള്ളത്. ഇനി ചരിത്രം ഒന്നുകൂടി പുറകോട്ട് പോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത്, അപ്പോൾ അവിടെ നരകത്തെ 2 സ്ത്രീകളെ പരിചയപ്പെടുത്തിയപ്പോൾ സ്വർഗത്തിലെ 2 സ്ത്രീകളെ പരിചയപ്പെടുത്തുന്നു. അതുകൂടി നമുക്കൊന്ന് പരാമർശിക്കുന്നത് നന്നാവും. എന്തൊരു മാറ്റാണ് ഇതിന്. നരകത്തിന്റെ 2 സ്ത്രീകളെ, നരകത്തിലുള്ള 2 ആളുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞിട്ട് നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാരാണ് അവരെന്ന് പറഞ്ഞു. സ്വർഗത്തിലുള്ള ആളുകൾക്ക് ഞാൻ ഉപമ പറഞ്ഞു തരാം, അത് ഫിർഔനിന്റെ ഭാര്യയാണ്. സുബ്ഹാനല്ലാഹ്. ഞാനാണ് പടച്ചോന്ന് പറഞ്ഞ്, ഞാൻ മാത്രമേ പഠിച്ചോനുള്ളൂ എന്ന് പറഞ്ഞ് അതിനെതിരെ വരുന്ന മുഴുവൻ ആളുകളെയും കൊന്നൊടുക്കി ജനിക്കുന്ന മക്കളിൽ നിന്റെ പ്രബോധനം, നിന്റെ ദൈവമാണെന്ന് പറയുന്നതിന് എതിര് വരുന്ന ആളുണ്ടാവുമെന്ന് ജ്യോത്സ്യം പറഞ്ഞതിന്റെ പേരിൽ ജനിക്കുന്ന മുഴുവൻ കുട്ടികളെയും കൊന്നൊടുക്കി പീഡിപ്പിച്ച് കിബിത്തികളെ മുഴുവൻ നാമാവശേഷമാക്കിയ ഒരു ധിക്കാരിയായ ഒരു രാജ്ഞി. ആ രാജ്ഞിയുടെ രാജാവിന്റെ കീഴിൽ ഒരു സുന്ദരമായിട്ട് രാജകൊട്ടാരത്തിൽ എല്ലാ സുഖലോലുപതയോടും കൂടി കടിഞ്ഞുകൂടുന്ന ഒരു രാജ്ഞിയാണ് ആര്? ആസിയ ബീവി. അള്ള തെരഞ്ഞെടുത്തു ആരെ? ആസിയ ബീവി. എന്നിട്ട് അള്ള തെരഞ്ഞെടുക്കുക മാത്രമല്ല, സ്വർഗത്തിൽ കടക്കുന്നവരെ കുറിച്ച് പറയുമ്പോ പലരെയും പറയാമായിരുന്നു. പക്ഷെ അവരെയൊക്കെ മാറ്റിവെച്ചിട്ട് ഞാൻ അള്ളയാണെന്ന് പറഞ്ഞ, ദൈവമാണെന്ന് പറഞ്ഞവന്റെ പെരയിൽ നിന്ന്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ തൗഹീദിന്റെ ഒരു കടകട്ടിയെ പരിചയപ്പെടുത്തി തരണം. അവരാണ് സ്വർഗത്തിലെ നിങ്ങളുടെ മാതൃക. ഒരു മാതൃകയും കൂടി അവരുടെ ജീവിതത്തിലുണ്ട്. അവർ അതിനുമാത്രം പീഡനം സഹിച്ചാണ് മരിച്ചത്. വൈദഖാല റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. വളരെ മാരകമായ, ഇന്ന് നമ്മുടെ പല സംസ്ഥാനങ്ങളിലും സംഘപരിവാറൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ടിന്റെ എത്രയോ ഇരട്ടി മൃഗീയമെന്ന് പറയാവുന്ന രീതിയിൽ ആസിയ ബീവിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയപ്പോ ആസിയ ബീവി പ്രാർത്ഥിച്ച പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ്. നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതാണ്. അത് അള്ളാഹുവേ, ഇവരിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തുകയും സ്വർഗത്തിലൊരു വീട് എനിക്ക് വേണമെന്ന് പറയുകയും ചെയ്തതാണ് എന്നുകൂടി ബോധ്യപ്പെടുത്തുന്നത്. പിന്നെ മറ്റൊരു സഹോദരി, ഒരു സ്ത്രീയെ പരിചയപ്പെടുത്തുന്നത് ഓ മറിയം ഇബ്നത ഇമ്രാൻ അല്ലത്തി അഹ്സനത് ഫർജഹ. ഇമ്രാന്റെ മകൾ മറിയമാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവായ മറിയം ബീവിയെയാണ് പിന്നെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ചരിത്രം അങ്ങനെ ഈ 4 സഹോദരിമാരെ പറയാം, പ്രവാചകന്മാരുടെ ഭാര്യമാരായ 2 ആളുകളെ. എന്നാൽ പ്രവാചകന്മാരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പ്രവാചകന്മാർക്കെതിരെ ജീവിച്ച ഒരാളുടെ ഭാര്യ അവരെ സ്വർഗത്തിലേക്ക് എത്തിച്ച കഥ പറയണം. ഇവിടെയൊക്കെ നമ്മൾ ഇരുന്ന് ചിന്തിക്കണം. നമ്മൾ പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യത്തോടു കൂടി ആലോചിക്കാൻ മോണുള്ളൊരു സമയത്താണ് നമ്മളുള്ളത്. തൗഹീദിന്റെ കാര്യത്തിൽ നമ്മൾ എവിടെയാണ് ഉള്ളത് എന്ന് ഒന്നുകൂടി ചരിത്രം പുറകോട്ട് വരിക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പോകാം. അബൂ താലിബ് മക്കയിൽ ജീവിക്കുന്ന സമയത്ത് ഖദീജ ബീവിയെ വിവാഹം അന്വേഷിച്ചുകൊണ്ട് ഖദീജ ബീവി റസൂലുള്ളാഹിനെ സമീപിച്ചപ്പോൾ, കഥ നമുക്ക് ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി അവിടുന്ന് പറയാം. ഇതുമായി ബന്ധപ്പെട്ടത് മാത്രം പറയാം. ഏറ്റവും ആദ്യം ഖദീജ ബീവിയുടെ അമ്മ പിന്നെ വക്കാലത്ത് അള്ളാന്റെ റസൂലിനെ ഏൽപ്പിച്ചു കൊടുത്തതും വിവാഹം കഴിച്ചു കൊടുത്തത് അബൂ താലിബായിരുന്നു. അബൂ താലിബാണ് അതിന്റെ മുന്നിൽ നിന്നത്. റസൂലുള്ളാഹിന്റെ എല്ലാ ക്ലാസുകളും അബൂ താലിബ് വളരെ ശ്രദ്ധയോട് കൂടി കേൾക്കും. 5-6 വർഷം റസൂലുള്ളാഹിന്റെ ഖുതുബകളും ക്ലാസുകളും നിരന്തരം കേട്ടിട്ടുണ്ട്. അവർ പറയുമായിരുന്നു, വലഖദ് അലിംതു ബി അന്നദീന മുഹമ്മദിൻ മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീന.
എല്ലാ മതത്തിനെക്കാട്ടിലും ഹൈറായ മതം എൻ്റെ മകൻ മുഹമ്മദിന്റെ മതമാണ്, അതെനിക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് പ്രഖ്യാപിക്കും. പക്ഷെ ഷഹാദത്ത് ചെയ്യില്ല. റസൂലുള്ളാഹിക്ക് വല്ലാത്ത താല്പര്യം ഉണ്ടായിരുന്നു. മുത്താപ്പക്ക് അതിനു മാത്രം മുത്താപ്പ റസൂലുള്ളാഹിനെ സഹായിച്ചിട്ടുണ്ട്, പരിചയമായിരുന്നു. എങ്ങനെയെങ്കിലും മരിക്കണതിന്റെ മുമ്പ് മുത്താപ്പാനെ ഒന്ന് തൗഹീദിൽ എത്തിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹം. ആ ആഗ്രഹമായിട്ട് റസൂലുള്ളാഹി ഇങ്ങനെ നടക്കുകയാണ്. പലതും പറഞ്ഞു നോക്കി പല ഘട്ടങ്ങളിലും, പക്ഷെ മുത്താപ്പ വഴങ്ങിയിട്ടില്ല. പ്രവാചകൻ ചെന്ന് പറയുമ്പോൾ ഒക്കെ സമ്മതിച്ചാലും തൗഹീദിന്റെ അടുക്ക് പ്രഖ്യാപിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അവസാനം മരണമാസനമായി ഇങ്ങനെ കടക്കുമ്പോ ഒത്തുബത്തും ഷൈബത്തിനെ പോലത്തെ മക്കയിലെ പ്രമാണിമാരായ മുഴുവൻ ആളുകളും കൂടി നിൽക്കുന്നുണ്ട്. അവസാന ഒരു പരിശ്രമം എന്നുള്ള റസൂൽ വീണ്ടും ചെന്നു, പ്രഖ്യാപിക്കും. എനിക്ക് അള്ളാഹിനോടൊന്ന് പറഞ്ഞു നോക്കാലോ നിങ്ങളുടെ കാര്യത്തില്. മനസ്സിലാക്കണം, അള്ളാഹുവിനോട് റസൂലുള്ളാഹിക്ക് പറഞ്ഞ് ഒന്ന് സ്വർഗത്തിലാക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കണം. അതിനു വേണ്ടിയിട്ട് കയ്യും കാലും പിടിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, മുത്താപ്പേ ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കുമ്പം പരിസരത്തൊക്കെ ഉത്തുബത്തും ഷൈബത്തിനെ പോലത്തെ ഒരുപാട് പ്രമാണിമാർ മക്കത്തുള്ള ആളുകളുണ്ട്. ഇവരെ മുമ്പിൽ ഞാൻ അവസാന മതം മാറിയവനാവുമെന്ന ഒരു ധാരണയിൽ വാലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, പഴയ മതത്തിലായിട്ട് അദ്ദേഹം മരിച്ചു പോവുക. റസൂലുള്ളാഹിക്ക് വല്ലാത്ത വേദനയായി. ആ മരിച്ച സമയത്ത് ഇങ്ങോട്ട് പുറത്തിറങ്ങുന്നുണ്ട് റസൂലുള്ളാഹി വേദനയോടുകൂടി കണ്ണീരൊലിപ്പിച്ച്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് ഒരു ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ആരോടാ പറയുന്നത്? ലോകത്ത് മനുഷ്യ സൃഷ്ടിപ്പിൽ ഏറ്റവും ഉന്നതനായ ഒരു മനുഷ്യൻ, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട് സ്വർഗത്തിന്റെ താക്കോല് ഏൽപ്പിക്കപ്പെട്ട മനുഷ്യൻ, ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് എത്തുന്ന ആള്. ഇന്നലെ നമ്മൾ പരാമർശിച്ചതുപോലെ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് സ്വന്തം ക്ഷണിച്ചു കൊണ്ടുപോയി സിദ്റത്തുൽ മുൻതഹയിൽ കൊണ്ടുപോയി ആദരിച്ച വ്യക്തിത്വം. ആ റസൂലുള്ളാഹിന്റെ പുറമുള്ള ആളല്ല വിളിക്കുന്നത്, എല്ലാ നിലക്കും സംരക്ഷണം കൊടുത്തിരുന്ന ആ മൂത്താപ്പാനെ ഒന്ന് സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു റസൂൽ പണിയെടുക്കുന്നത്. ആ റസൂലുള്ളാഹിനോട് പറയാണ് ഖുർആൻ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അള്ളാഹുവിന്റെ കാബാലയം പരിപാലിക്കുന്നവർ, കാബാലയത്തിന്റെ അടുക്കൽ റസൂലുള്ളാഹി ചെയ്തതിലേറെ ഹജ്ജ് ചെയ്ത ആളുകളാണ് അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ. അതിന്റെ സൂക്ഷിപ്പുകാരാണ്, അതിന്റെ സംരക്ഷകരാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാം സമർപ്പിക്കുന്ന ആളുകളാണ്. പക്ഷെ അവർക്ക് ഉണ്ടായിരുന്ന ഒരു തകരാറെന്തായിരുന്നു? പ്രവാചകൻ 13 കൊല്ലക്കാലം അവരോട് പറഞ്ഞതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി സക്കാത്ത് കൊടുക്കണം, അല്ലെങ്കിൽ സദക്ക ചെയ്യണം എന്നല്ല. അള്ളാഹിന്റെ അടുത്തേക്കാണ് നിങ്ങൾ മരിച്ചിട്ട് പോകുന്നതെന്നല്ല. അതൊക്കെ അവർ ഉൾക്കൊള്ളുന്ന ആളുകളാണ്. നിങ്ങളെ ആരാണ് ജീവിപ്പിച്ചതെന്ന് ചോദിച്ചാൽ സയഖൂലൂന ലില്ലാഹ്, അവർ പറയും അല്ലാഹുവാണ്. മരണത്തിന് ശേഷം നിങ്ങളുടെ ആരുടെ അടുത്തേക്കാണ് ചെല്ലുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണ്. ലോകത്തെ നിയന്ത്രിക്കുന്നത്, മഴ വർഷിപ്പിക്കുന്നത്, ഇതൊക്കെ ചോദിച്ചാൽ മക്ക മുശ്രിക്കുകളായ ആളുകൾ എന്താ പറയാ? അല്ലാഹുവാണ്. എന്നിട്ടും എന്തേ അവർ ആലോചിക്കാത്തത് എന്നാ ഖുർആൻ ചോദിക്കുന്നത്. അപ്പൊ എന്തായിരുന്നു അവരുടെ വിശ്വാസം എന്ന് ഖുർആൻ സൂറത്ത് സുമറിൽ നമുക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ട്. വമാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ഞങ്ങൾ ഈ പറഞ്ഞ ആളുകളൊന്നും ആരാധിക്കണില്ല. ആരെ? ലാത്തനെ, ഉസ്സനെ, മനാത്തനെ, അല്ലെങ്കിൽ ഉബുലുല്ലാഹിനെയോ, അല്ലെങ്കിൽ ഇബ്രാഹിം നബിയുടെ, ഇസ്മായിൽ നബിയുടെ വിഗ്രഹം വെച്ച് അവരെ ആരെയും ഞങ്ങൾ ആരാധിക്കുന്നില്ല. എന്തിനല്ലാതെ ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായിട്ട് അവരെ പരിഗണിച്ചുകൊണ്ടാണ് ഞങ്ങൾ അവരെ ഇബാദത്ത് ചെയ്യുന്നത്, അവരോട് പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, പ്രാർത്ഥിക്കണില്ല. മാത്രമല്ല അവര് കപ്പലിൽ കയറിയിട്ട് സമുദ്രത്തിലൂടെ പോവാണ്. കടല് ഇളകി മറിഞ്ഞു, കാറ്റും കോളും വന്നു. ആ സമയത്ത് കപ്പിത്താൻ പറയും ഇനിയൊരു രക്ഷയില്ലട്ടോ, പ്രാർത്ഥിച്ചോളി. അപ്പൊ ആരോടാ പ്രാർത്ഥിക്കുക? ഖുർആൻ പറയുന്നു വഇദാ വശിയഉം മൗജുൻ കല്ലുൽ ദഅവല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. കാർമേഘം പോലെ നല്ല ഇരുൾമുറ്റിയ വലിയ പർവ്വതം കണക്കെ ഇരുള് കൂടിയിട്ട് കപ്പലിനെ തിരമാലകൾ വന്ന് പൊതിഞ്ഞാൽ ദഅവല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോട് കൂടി അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കും. അവരെ ആ കപ്പലിന്റെ ഇതൊക്കെ സംരക്ഷിച്ച് കരയിലെത്തിക്കഴിഞ്ഞാലോ അപ്പൊ അവർ ശിർക്ക് ചെയ്യും. ഇതായിരുന്നു മക്കയിലെ ആളുകളുടെ അവസ്ഥ. ഈ ഒരു അവസ്ഥയുള്ള ഒരു സമൂഹം നമ്മുടെ കൂടെ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. അവർ ചെയ്യുന്നതും അവർ പറയുന്നതൊക്കെ സത്യമാണ്. ഞങ്ങൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക്
ആളുകളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് പറയാം. ആ വിളിക്കുന്ന കൂട്ടത്തിൽ ഒരുപാട് നല്ല മനുഷ്യരുണ്ടാകും. ഉദാഹരണത്തിന് മുഹീദ്ദീൻ ഷേഖിനെ പോലെ അവർ വിളിക്കുന്ന മുഹീദ്ദീൻ ഷേഖ് ഒരു പ്രധാനമാണ്, ഒരു പ്രബോധകനാണ്. 4 ഭാര്യമാരും 49 മക്കളും ഉണ്ടായിരുന്നു. 50 കൊല്ലക്കാലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, എങ്ങനെ മനുഷ്യരെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്? വഫീ ഖൽബിക കം ഇലാഹ്, എത്ര ഇലാഹുകളാണ് നിങ്ങളുടെ കൽബിലുള്ളത്, എന്നിട്ട് നിങ്ങൾ എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ? നിങ്ങൾ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് രക്ഷകനായി നിങ്ങളുടെ മനസ്സിൽ വരുന്നതൊക്കെ വഹുവ സനമുക, അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സ്ഥാപിച്ച വിഗ്രഹങ്ങളാണ്. ഒരു പ്രതിസന്ധിയെ തടുക്കാൻ അല്ലാഹു അല്ലാത്ത മറ്റേതെങ്കിലും ശക്തിക്കോ സാധനത്തിനോ വ്യക്തിക്കോ ജാറത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കേന്ദ്രത്തിന് സാധിക്കുമെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിയാൽ അത് അല്ലാഹ്ക്ക് പകരം നിങ്ങൾ മനസ്സിൽ സ്ഥാപിച്ച നിങ്ങളുടെ വിഗ്രഹമാണ്. പിന്നെ എങ്ങനെ നിങ്ങൾ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ? ഇങ്ങനത്തെ ആളാണ് ഏറ്റവും വലിയ ഷെയ്ഖായിട്ട് പരിചയപ്പെടുത്തുക. ഇസ്ലാമിക സമൂഹത്തിലെ ഏറ്റവും വലിയ ആരാന്ന് ചോദിച്ചാൽ ആരെങ്കിലും പറയോ അബൂബക്കർ റളിയല്ലാഹു അൻഹു? സലഫികൾ ഒരു പക്ഷെ പറഞ്ഞിരുന്നു. എന്നാ അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലേ ഏറ്റവും വലിയ അല്ലേ? തീർച്ചയായിട്ടും പരിചയപ്പെടുത്തുക മുഹീദ്ദീൻ ഷേഖിനെയോ റിഫായി ഷേഖിനെയോ ഇങ്ങനെയുള്ള ആളുകളെയാണ്. ആ ആളുകളോട് ഞങ്ങൾ അവരോടൊന്നും പ്രാർത്ഥിക്കണില്ലല്ലോ, ഞങ്ങൾ അങ്ങനെ അവർ വിളിക്കണ്ടോ? യാ കുത്തുബ അഹ്ലിസ് സമാ വല്ലർള വൈസഹുമാ യാ ഫൈളൈനൽ വുജൂദൈഹിം വൈസഹുമാ. ആകാശഭൂമിയെ സൃഷ്ടിച്ച് അതിൽ നിന്ന് മഴയും കാറ്റും അരുവിയും ഞങ്ങൾ കൊഴിക്കുന്ന ശേഖേ ബശ്ശിർ ഫുവാദി സിറാതൻ അൻത സാലികുഹു വല്ലാഹു അഅതാകഹു വഅൻത മാലികുഹു വനജ്ജിനി മിൻ ലവാഫിഹാ മഹാലികുഹു സുൽത്താന കുല്ല വലിയ മുഹിയദ്ദീനി. അപ്പോൾ നമ്മൾ യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീന അബ്ദുൽ ഖാദിർ ജിലാനി. സന്തോഷായി കുറച്ച് തേങ്ങാച്ചോറും ബീഫും അതിന്റെ ഒപ്പം കുറച്ച് ഗോതമ്പത്തിന്റെ പായസം ഉണ്ടായാൽ ബശ്ശിർ ഫുവാദി സിറാത്തൻ അൻത സാലികുഹു. മുഹ്യിദ്ദീൻ ഷേഖേ, നിങ്ങൾ നടന്ന ആ സിറാത്തുൽ മുസ്തഖീമില്ലേ, അതിലൂടെ എന്നെ നടത്തണം. ബശ്ശിർ ഫുവാദി സിറാത്തൻ അൻത സാലികുഹു വല്ലാഹു അഅതാകഹു വഅൻത മാലികുഹു. അല്ലാഹ് നിങ്ങൾക്ക് ആ തന്നത്, അതിന്റെ ഉടമസ്ഥൻ നിങ്ങളാണ്. അതിന്റെ സ്വർഗത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? മുഹ്യിദ്ദീൻ ഷേഖാണ്. ഇത്രത്തോളം പറയും വനജ്ജിനി മിൻ ലവാഫിഹാ മഹാലികുഹു സുൽത്താന കുല്ല വലിയ മുഹിയദ്ദീനി. ലവ എന്ന നരകത്തിൽ നിന്ന് ഫഅൻദർതുകും നാറം തലല്ലാ. ഖുർആൻ പറഞ്ഞു ഫഅൻദർതുകും നാറം തലല്ലാ, തലയോട്ടിയെ കരിച്ചു കളയുന്ന നരകത്തെ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ആ ലവയിൽ നിന്ന് ഫനജ്ജിനി മിൻ ലവാ, മുഹീദ്ദീൻ ഷേഖേ നിങ്ങൾ രക്ഷപ്പെടുത്തണേ, നിങ്ങളാണ് ഇതിന്റെ ഉടമസ്ഥൻ. ആ നരകത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ ആരോട് ചോദിക്കാണ്? മുഹീദ്ദീൻ ഷേഖിനോട് ചോദിക്കാൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമനെ വിളിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമ, കരളിന്റെ കഷ്ടമാണ് ഫാത്തിമ, അൻഖിദി നഫ്സകി മിനന്നാർ. ആരാ പറയുന്നത്? റസൂലുള്ളാഹി പറയാണ് സ്വന്തം മകളോട്. അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടമുള്ള ദുനിയാവിലെ ഒരു വിഭവമാണ് ഫാത്തിമ. അത്രത്തോളം സ്നേഹം. മരിക്കുന്ന സമയത്തുണ്ടായ സംഭവം നമുക്കറിയാം, വിശദീകരിക്കണില്ല. ആ ഫാത്തിമനോട് പറയുന്നത് അൻഖിദി നഫ്സകി മിനന്നാർ, നിന്റെ ശരീരം നരകത്തിൽ നിന്ന് കാക്കണട്ടോ. ദുനിയാവിൽ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ എനിക്ക് തരാൻ പറ്റും. വലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ, നാളെ റബ്ബിന്റെ അടുക്കൽ എന്തെങ്കിലും ഒന്ന്, ഒരു പ്രവാചകനാണ് എന്റെ പിതാവ് എന്നുള്ളവർക്ക് എനിക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിത്തരാൻ കഴിയൂല. അതുകൊണ്ട് എന്റെ ശരീരം നീ നരകത്തിൽ നിന്ന് കാക്കണമെന്ന് ഏറ്റവും വലിയ പ്രവാചകനായ, ഏറ്റവും മനുഷ്യ സൃഷ്ടിപ്പിലെ ഉത്കൃഷ്ടനായ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ആളുകളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയനും ഒരു ശൈഖിനും ഒരു കുത്തുബിനും നമ്മളെ തടുക്കാനോ നമ്മളെ താങ്ങാനോ കഴിയൂല. അവരുടെ രീതിയിൽ നമ്മൾ ജീവിതം സമർപ്പിച്ച് പോയാൽ നാളെ നരകമായിരിക്കും നമ്മുടെ സങ്കേതം. പറഞ്ഞു വരുന്നത് ഇതൊക്കെ ഉൾക്കൊണ്ട ആളുകളാണ് നമ്മൾ. പക്ഷെ നമുക്കൊരു അലസത സംഭവിച്ചിട്ടുണ്ട് തൗഹീദിന്റെ കാര്യത്തിൽ. അതിപ്പോ ഒരു 3-4 പാട്ടൊക്കെയായിട്ട് എന്താണെന്നും പറയാൻ വയ്യ, ഒരു അലസത. ഇത് 10-15 പാർട്ടി ആയിക്കോട്ടെ,
പക്ഷെ ആദർശത്തിൽ ലാ ഇലാഹ ഇല്ലല്ലയിൽ നിന്ന് നമ്മൾ ഒരിക്കലും പുറകോട്ട് പോകാൻ പാടില്ല. അതിൽ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. അത് നമ്മൾ പുറകോട്ട് പോകുന്ന പ്രശ്നമല്ല. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു, പലരും പിൻകാലത്ത് കടന്നു വന്നവരാണ്. ഉഹുദിന്റെ ചരിത്രം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. അബൂജഹലിന്റെ മകൻ ഇക്രിമ വന്നത് എങ്ങനെ? കപ്പലിൽ യാത്ര ചെയ്യുമ്പോ കപ്പിത്താൻ പറഞ്ഞതാ, ഇനി അള്ളാനെ വിളിച്ചോളി. അതന്നല്ലേ മുഹമ്മദും പറയുന്നത്, ഞാൻ കരയിലേക്ക് എത്തുകയാണെങ്കിൽ മുഹമ്മദിന്റെ മതക്കാരനായിരിക്കും ഞാൻ. അള്ളാഹു അദ്ദേഹത്തെ തിരിച്ചെത്തിച്ചു. ആ അബൂജഹലിന്റെ മകൻ ഇക്രിമ എന്ന് പറയുമ്പോൾ റളിയല്ലാഹു അൻഹും, അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ഇഷ്ടപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നിടത്തേക്ക് സ്വന്തം മകനെ എത്തിച്ചു ഇക്രിമ. ഇതാണ് ഇസ്ലാം. അതിൽ പഠിച്ച നമ്മളിപ്പോ തെരഞ്ഞെടുത്ത് ഇപ്പൊ നിലവിൽ നമ്മളുണ്ട്. ഇവിടെ നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണത് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ നഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുവേ, നീയാണ് ഞങ്ങൾക്ക് ഈ ഹിദായത്തിന്റെ മാർഗം കാണിച്ചു തന്നത്. ഇതെങ്ങാനും നീ കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ വലിയ പ്രയാസത്തിലും പ്രതിസന്ധിയിലും കുടുങ്ങിപ്പോവും. അതിനെന്ത് ചെയ്യണം? നമ്മൾ ശുക്ർ ചെയ്യണം. എന്താണ് നമ്മൾ അല്ലാഹുവിനോട് ശുക്ർ ചെയ്യേണ്ടത്? ഹിദായത്ത് കിട്ടിയതിന്റെ പേരിൽ തന്നെ പരമാവധി ശുക്ർ ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി നമുക്ക് മക്കയിൽ വെച്ച് ഇൻഷാ അല്ലാഹ് പരാമർശിക്കാം. അല്ലാഹു നമ്മൾ ഉൾക്കൊള്ളുന്ന ആശയവും ആദർശവും നെഞ്ചിലേറ്റി അതിലായിട്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെങ്കിലും ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരാളുകൾക്ക്, നമ്മൾ മാത്രമല്ല കേൾക്കുന്നത്, നമ്മുടെ ഫാമിലിയിൽപ്പെട്ട അല്ലെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു, അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത്, ആരോടും നമുക്കൊരു വെറുപ്പുമില്ല. നമ്മൾ മനസ്സിലാക്കിയ സത്യം സമൂഹത്തോട് വിളിച്ചു പറയുന്നു. അതൊരു ദഅവത്താണ്, ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്നുള്ള നിലക്ക് ആരെങ്കിലുമൊക്കെ ഇത് കേട്ടിട്ട് താൻ ചെയ്തിരുന്ന റസൂലുള്ളാഹിക്ക് പരിചയമില്ലാത്ത വല്ല ഖുറാഫാത്തുകളും മാറ്റിവെച്ചാൽ, ആ റസൂലുള്ള ഇഷ്ടപ്പെട്ട ദിക്റുകൾ നെഞ്ചിലേറ്റിയാൽ, ആ റസൂലുള്ള പറഞ്ഞ തൗഹീദ് മാത്രം വിശ്വസിച്ച് ജീവിച്ചാൽ നമ്മളറിയാതെ അവർ സ്വർഗത്തിലെത്തും. അത് കാരണമായി നമുക്ക് അള്ളാഹുവിന്റെ അടുത്ത് വലിയ പുണ്യമുണ്ടാകും. അതിൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ. നമുക്ക് അള്ളാഹിന്റെ അടുക്കൽ ഒരു ഉദറ് പറയാൻ വേണ്ടി 15 ദിവസം ഈ 10-45 ആളുകളെ നിന്നെ അമീറാക്കി അന്നെ ഏൽപ്പിച്ചിട്ട് അവരോട് നീ തൗഹീദ് പറഞ്ഞോ, അള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്തിയോ, റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ എന്താണെന്ന് ആ മദീനയിൽ വെച്ച് പഠിപ്പിക്കാൻ നീ തയ്യാറായില്ല, ഈ അവിടുന്ന് കിട്ടുന്ന ടീ വാങ്ങി പോയോന്ന് അള്ളാഹ് എന്നോട് ചോദിക്കുന്നുള്ള നിലക്ക് നിങ്ങളോട് പറയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ഒതുങ്ങി നിന്നുകൊണ്ട് ബാക്കിയുള്ള നന്മയിലൊക്കെ നമുക്ക് കുറവുണ്ടാവും ഒരു പക്ഷേ. അതൊക്കെ അവനവന്റെ സൗകര്യത്തിനും ആരോഗ്യത്തിനും മനസ്സിന്റെ ഈമാന്റെ കട്ടിക്കും അനുസരിച്ച് കുറഞ്ഞും ഏറിയൊക്കെ നിൽക്കും. പക്ഷെ തൗഹീദിലും സുന്നത്തിലും, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞ ഷഹാദത്തിന്റെ അതിന്റെ പൂർത്തീകരണത്തിൽ നമുക്ക് ഒരു കളങ്കുണ്ടാവരുത്. അതിൽ എവിടെ കറുത്ത കുത്തുണ്ടെങ്കിലും അത് നമ്മുടെ സൗഹൃദത്തിനെ ബാധിക്കുന്ന കാര്യമാണ്. റസൂലുള്ള ചെയ്യാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ അള്ളാന്റെ റസൂലേക്ക് എത്തിച്ചു തരേണ്ട കാര്യം എത്തിച്ചു തന്നില്ല എന്ന് വാദിക്കുന്നതിന് സമാനമാണ്. നാരിയത്തു സ്വലാത്ത് ചൊല്ലുന്നവൻ അവൻ ആലോചിക്കാണ്, ഇത് മൊറോക്കോക്കാരനായ ഒരാള് ഒരുപാട് കാലശേഷം, റസൂലുള്ളാഹിന്റെ കുറെ കാലശേഷം ഉണ്ടാക്കിയ, അയാൾ ഇഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു അറബി പദം മാത്രമാണ്. ഇത് ചൊല്ലാൻ വേണ്ടി റസൂലുള്ളാഹി എനിക്ക് കാണിച്ചു തന്നിട്ടില്ല. ഇത് ഞാൻ ചൊല്ലിയാൽ ഇത്തിരി പുണ്യം എനിക്ക് കിട്ടും. കൻസുൽ അർസ്, നൂറുൽ ഈമാൻ പറഞ്ഞിട്ട് എന്തൊക്കെ സ്വലാത്തുകളുണ്ടോ, ദിക്റുകളുണ്ടോ, ഇതൊക്കെ ചൊല്ലിയാൽ എനിക്ക് പുണ്യം കിട്ടുമെന്ന് അള്ളാന്റെ റസൂല് പറയാത്തൊരു കാര്യമാണെങ്കിൽ അതിനൊന്നും പുണ്യം കിട്ടൂല. പുണ്യം കിട്ടണമെങ്കിൽ റസൂലുള്ള പറഞ്ഞ ദിക്റുകളും ദുആകളുമാകണം. ഒരു ദിവസം രാവിലെ എണീറ്റത് മുതൽ അവൻ കടന്നുറങ്ങുന്നത് വരെയുള്ള ഏതു സമയത്തിലുള്ള ദിക്റ റസൂലുള്ള പഠിപ്പിക്കാതെ പോയത്? ഏതെങ്കിലും ഒരു ദിക്ർ റസൂലുള്ള പഠിപ്പിക്കാതെ പോയിട്ടുണ്ടോ? ആ പഠിപ്പിച്ച ദിക്റുകളും അല്ലാത്തതും കൂടി കൂട്ടിക്കയമ്പിയിട്ട് വൈകുന്നേരം ഇശാന്റെ ശേഷമോ അല്ലെങ്കിൽ 4 ആൾ കൂടിയിട്ടോ അതാതോ റാത്തീബോ ആക്കിയിട്ട് രാവിലെ ചൊല്ലേണ്ടതും ഉച്ചക്ക് ചൊല്ലേണ്ടതും ഭക്ഷണം കഴിച്ച് ചൊല്ലേണ്ടതും എല്ലാം കൂടെ ചൊല്ലുകയും അവസാനം അതിന്റെ കൂടെ ഇതുപോലത്തെ തീർച്ചകളും ഒക്കെ ചെയ്യുകയും ചെയ്താൽ ഒരിക്കലും ആ പ്രാർത്ഥന പോലും സ്വീകാര്യാവില്ല. നല്ല ഒരുപാട് അണ്ടിപ്പരിപ്പും മുന്തിരിയും നല്ല ആർക്കേജ് നെയ്യൊക്കെ ഇട്ടിട്ട് നല്ലോണം ബിരിയാണി വെച്ചിട്ട് 2 പുള്ളി മണ്ണെണ്ണ ഒഴിച്ചതുപോലെ ഉണ്ടാവും. അതിലുള്ള സാധനമൊക്കെ നല്ല സാധനം തന്നെയായിരുന്നു, പക്ഷെ അതിലൊരു ലേശം മണ്ണെണ്ണ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് തൊള്ളേക്ക് അത് വെക്കാൻ പറ്റില്ല. സാധനത്തിന്റെ കേടല്ല, അതിൽ പിന്നീട് വന്നു ചേർന്ന ശിർക്കുന്ന മണ്ണെണ്ണ ഉണ്ടല്ലോ, അത് എല്ലാത്തിനെയും, അല്ലെങ്കിൽ ബിദ്അത്ത് എന്ന മണ്ണെണ്ണ എല്ലാത്തിനെയും നശിപ്പിച്ച് കളയുന്നു. അല്ലാതെ റസൂല് നമുക്ക് വേണ്ടി എത്ര ത്യാഗം ചെയ്താതൊക്കെ പറഞ്ഞത്. ഓരോ ഘട്ടത്തിലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോ എന്തായിരിക്കണം നിങ്ങൾക്ക് അതിനുണ്ടാവേണ്ട താല്പര്യം, അത് നിങ്ങൾ നിർവഹിക്കേണ്ട സുന്നത്തുകൾ, എത്ര സുന്നത്ത് പഠിപ്പിച്ചു, എത്ര പുണ്യം എനിക്ക് തരും.
ആ വെള്ളം ഇറങ്ങാതെ വരുമ്പോഴേ നമുക്ക് അറിയാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ്സിലാക്കാം. സമയം പരിമിതമായി. നമുക്ക് ലഗേജുകൾ ഇറക്കേണ്ടതുണ്ട്, യാത്ര പോകേണ്ടതുണ്ട്.